ഇഷുവിൻ്റെ ഈസുവിൻ്റെ ആദ്യത്തെ യാത്ര ആണ് കേട്ടോ. പുലർച്ചയ്ക്ക് എണീറ്റ് അവരെ മാറ്റിയൊരുക്കുമ്പോൾ അവർ നല്ല ഹാപ്പി ആയിരുന്നു. ഉറക്കമില്ലാത്ത രാത്രി ആയതുകൊണ്ട് അവരെ എണീപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വഴിയിൽ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ റീഫ്രഷ്മെൻറ്റിന് ഇറങ്ങി. അവിടെ ഇസു നല്ല ഓണായിരുന്നു. ഇഷു ഇതൊന്നും അറിയാതെ നല്ല ഉറക്കും. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്രയിൽ ഞങ്ങൾ അട്ടപ്പാടി എത്തി. ഇപ്പോൾ ഇവിടേക്കാണ് പോകണമെന്ന് ഏകദേശം മനസ്സിലായില്ലേ? അട്ടപ്പാടിയിൽ നിന്നും മുള്ളി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. മുള്ളി ഫോറസ്റ്റ് ഓപ്പൺ ആവുന്നത് വർഷത്തിൽ 2-3 ദിവസം മാത്രമാണ് കേട്ടോ. അപ്പം നമുക്ക് മുള്ളി ഫോറസ്റ്റിലെ കാഴ്ചകൾ കണ്ടാലോ? ഈ ഫോറസ്റ്റ് വഴി പോകുമ്പം അരുവികളും വെള്ളച്ചാട്ടവും ഡാമും ഒക്കെ ഉണ്ട് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയും കാണാം. അപ്പം നമുക്ക് ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? 43 ഹെയർ പിന്നുകളുള്ള ഒരു ചുരമാണിത്. രാത്രിയിൽ ഇഷും ഈസും വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടേനി. അങ്ങനെ അവർക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം വണ്ടിക്കൊന്ന് നിർത്തിയിട്ടുണ്ടേനി. ഇതാണ് ഇഷുവിൻ്റെ ഇസുവിൻ്റെ ദീദി. അന്ന് ഞങ്ങളെ കൂടെ ഇല്ലേനി കേട്ടോ. ആളന്ന് കാശ്മീർ അടിച്ചു പൊളിക്കുന്ന തിരക്കില്ല. ഞങ്ങൾക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടേനി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അടിപൊളി ഒരു ബ്ലോക്ക് കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴേക്കും മക്കളൊക്കെ നല്ല ടയേർഡായിരുന്നു. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് തീർക്കാനേ ഞങ്ങൾക്ക് സമയം. ഒരു വിധത്തിലൊക്കെ ആളെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ ഓക്കെ ആയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് യാത്രയായി. അപ്പം ഞങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.